ഹായ്. കോഴ്സ് ആൻഡ് കോളേജ് കോമ്പിനേഷൻ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള റാങ്ക് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് നമ്മൾ ആദ്യം തന്നെ റഫ് ആയിട്ടൊന്ന് എഴുതി വെക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കോളേജിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്രിഫറൻസ് വെക്കുമ്പോൾ ആദ്യം ഒരു കോളേജും ഒരു കോഴ്സും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു കോളേജിൽ ഒരു കോഴ്സ് എടുത്തിട്ട് ആദ്യം കൊടുത്തുള്ള കോളേജിൽ തന്നെ വേറൊരു കോഴ്സും നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജിൽ ഈസിയാണ് നമ്മൾ ആദ്യം വെച്ചെന്നുണ്ടെങ്കിൽ പിന്നീട് തൃശ്ശൂരുള്ള ഒരു കോളേജിൽ ട്രിപ്പിളി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കോളേജിൽ നമുക്ക് CSE കൊടുക്കാം. അങ്ങനെ കോളേജും കോഴ്സും കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് വേണം ആ ഒരു ഓർഡർ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലും കോഴ്സും മാത്രമേ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കരുത്. കാരണം ആദ്യത്തെ അലോട്ട്മെന്റിൽ നമുക്ക് എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.